വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. HTML എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ലിസ്റ്റ് നമുക്കുണ്ട്. അതായത് ഒന്ന് ബുള്ളറ്റ് പോയിന്റ് ആയിട്ടുള്ള ലിസ്റ്റും അതിന് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. പിന്നെ ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് 1 2 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുള്ള ലിസ്റ്റ് ആണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് HTML എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ UL എന്ന് പറയുന്ന ടാഗും ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ OL എന്ന് പറയുന്ന ടാഗുമാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ടാഗ് LI ലിസ്റ്റ് ഐറ്റം എന്ന് പറയുന്ന ടാഗാണ് ഉണ്ടാവുക. ഇവിടെ എനിക്ക് എന്റെ HTML ഫയലിൽ UL അതിന്റെ ഉള്ളിൽ LI ഐറ്റം 1 LI ക്ലോസ് ചെയ്തു, വീണ്ടും LI ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, LI ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, അങ്ങനെ അവസാനം UL ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ്. U എന്ന് പറയുന്ന അൺഓർഡേർഡ്, L എന്ന് പറയുന്ന ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ ഐറ്റംസ് ഒക്കെ അവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്, കാരണം ഇതൊരു ബുള്ളറ്റ് പോയിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പർ ആയിട്ടാണ് വേണ്ടെങ്കിലോ ഈ UL മാറ്റിയിട്ട് OL എന്ന് പറയുന്നത് ആഡ് ചെയ്യണം. അതായത് ഓർഡേർഡ് ലിസ്റ്റ് ആക്കണം. ഓർഡേർഡ് ലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നമ്പർ അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് HTML ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി ലിസ്റ്റ് നമുക്ക് നെസ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് എനിക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ, റീഫ്രഷ് ചെയ്യാം. ടാസ്ക് ലിസ്റ്റ്, മോർണിംഗ് റൂട്ടീൻ ഉണ്ട്, വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഈവനിങ് റൂട്ടീൻ ഉണ്ട്. അപ്പൊ അതിൽ ഓരോന്നും സബ് ആയിട്ട് ഇട്ടത് കണ്ടില്ല. അപ്പൊ അതെങ്ങനെയാണ് ചെയ്തത്? ആദ്യം നമ്മൾ ഒരു UL ഇട്ടു, അതിൻ്റെ ഉള്ളിൽ LI ഇട്ടു, അതായത് ആദ്യത്തെ ഐറ്റത്തിന് ടൈറ്റിൽ കൊടുത്തു. അതിനുശേഷം അതിന് സബ് ആയിട്ടുള്ളതിന് ഒരു UL സെപ്പറേറ്റ് UL അതിന്റെ ഉള്ളിലേക്ക് ഇട്ടു. അങ്ങനെ സബ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നെസ്റ്റഡ് ലിസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെങ്ങനെ സ്റ്റൈൽ ചെയ്യും എന്നുള്ളത് നോക്കാം. നമുക്ക് ഓരോ UL ഉണ്ടെന്ന് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് ലിസ്റ്റ് സ്റ്റൈലിൽ കൊടുക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് സ്റ്റൈലിന്റെ ഇമേജ്, അതിന്റെ പൊസിഷൻ, ടൈപ്പ് ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ UL ആണല്ലോ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ UL സെലക്ട് ചെയ്യാം. തൽക്കാലം UL സെലക്ട് ചെയ്തിട്ട് ലിസ്റ്റ് സ്റ്റൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് ആണ്. സർക്കിൾ ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഡിസ്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും കൊടുത്തു നോക്കാം. ഡിസ്ക് ആണ് ഞാനിപ്പോ കൊടുത്തിട്ടുള്ളത്. റീഫ്രഷ് ചെയ്തപ്പോ എല്ലാ ULന്റെയും LIക്ക് അതിന്റെ സർക്കിൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഡിസ്ക് ആയി വന്നിട്ടുണ്ട്. സബിനും ഡിസ്ക് ആയി വന്നിട്ടുണ്ട്. ഇനി സർക്കിൾ ആണെങ്കിലോ, സർക്കിൾ ആണ് കൊടുത്തെങ്കിൽ എല്ലാത്തിനും സർക്കിൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ULന് മാത്രം സ്റ്റൈൽ എഴുതിയതാണ്, ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മെയിൻ പുറത്തുള്ള ULനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കൊടുക്കാം. ഇനി ULന്റെ ഉള്ളിലുള്ള ULനാണ് നിങ്ങൾക്ക് സ്റ്റൈൽ ഇതേപോലെ സർക്കിൾ ആക്കി കൊടുക്കണ്ടെങ്കിൽ അതിന്റെ സർക്കിൾ മാറ്റിയിട്ട് നമുക്ക് സ്ക്വയർ കൊടുക്കാം. അപ്പോ UL, അതായത് ഇതൊരു UL ആണ്. ULന്റെ ഉള്ളിലുള്ള ULന്റെ സ്റ്റൈല് ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനത് സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ഒരു ലിസ്റ്റിന് സ്റ്റൈല് കൊടുക്കുമ്പോൾ ഇങ്ങനെ ലിസ്റ്റ് സ്റ്റൈൽ എന്നല്ലാതെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുക. ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പ്രോപ്പർട്ടിയും കൂടെ ഒരുമിച്ച് സ്റ്റൈൽ ചെയ്യുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം. അതേപോലെ ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ, അത് എവിടെയാണ് അതിന്റെ പൊസിഷൻ വേണ്ടതെന്നുള്ളത്, അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ബുള്ളറ്റ് പോയിന്റ് അതിവിടെയൊക്കെ കുറച്ച് നീങ്ങിയതായിട്ട് കാണാം. അതായത് നമ്മൾ ആ ഒരു എലമെന്റിന്റെ ഉള്ളിലേക്കായിട്ടായിരിക്കും ആ ഒരു പോയിന്റ് ഉണ്ടാവും. അതായത് നമ്മൾ ആ ഒരു ബുള്ളറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ മാർക്കർ തന്നെ ഇവിടെ നിങ്ങൾക്ക് വന്നതാണ്. മാർക്കർ LIന്റെ ഉള്ളിലാണുള്ളത്, ആ ഒരു നമ്മൾ കൊടുത്ത മാർക്കർ അടയാളം. ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ബ്രൗസറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പൊ ഞാനിവിടെ കൊടുത്ത റോമൻ ആണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ UL സെലക്ട് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഉള്ളിലുള്ള UL നമ്മൾ സെലക്ട് ചെയ്തു. UL സെലക്ട് ചെയ്ത് നമ്മളിപ്പോ അപ്പർ റോമൻ ആണ്. ബ്രൗസറിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ബ്രൗസറിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ, സർക്കിൾ, ഡെസിമൽ, അങ്ങനെയുള്ള ഓരോ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓരോന്ന് ഇതേപോലെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത് അത് നമുക്ക് കൊടുക്കാൻ പറ്റും.